നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുരുഷന്മാർക്കിടയിലെ ആത്മഹത്യാ നിരക്കിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പ്രധാനപ്പെട്ട പല കാരണങ്ങളെക്കുറിച്ചിട്ടും പല വീഡിയോസിലായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടാണ് പുരുഷന്മാർ മാത്രമായിട്ട് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന പുരുഷന്മാർക്ക് അതിൽ നിന്ന് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് തിരിച്ചു വരാൻ പറ്റാത്തത്? ഇതിൻ്റെയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മെൻ ആണ് പ്രൊവൈഡർ, മെൻ മാത്രമാണ് പ്രൊവൈഡർ എന്ന നമ്മുടെ ചിന്ത കൊണ്ടാണ്. ആരാണ് അവൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത ഇട്ട് കൊടുത്തത്? ആ ഒരു ചിന്ത ഇട്ട് കൊടുത്തത് കൊണ്ട് മാത്രമാണോ സമൂഹം മുന്നോട്ടേക്ക് പോകുന്നത്? ആ ഒരു ചിന്ത പിന്തുടർന്നു പോവേണ്ട എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് ഞാനടക്കമുള്ള ആളുകൾക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? നമ്മളത് പിന്തുടരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ആർക്കും ഒന്നിനും ഒരു കുറവ് വരുത്തരുത്, അങ്ങനെ കുറവ് വരുന്ന ഒരു വീട്ടിലെ കുടുംബനാഥൻ എന്ന് പറയുന്നത് തോൽവിയാണ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് നിരുപദ്രവകരം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം. ഇത് ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിപ്ലവകരമാവും. എന്നാൽ പുരുഷൻ സ്ത്രീയോട് പറയുന്ന സമയത്ത് അത് നോർമലാണ്. ഒരു തവണയെങ്കിലും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയാത്ത പ്രണയങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറിയ പ്രായത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കാമുകന് പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ദിവസം മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തു. 5 വർഷത്തെ പ്രണയത്തിന് ഒടുവിൽ ഒരു ബിട്രയൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നീ പോയി ചാവ്, നീ ചത്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള തരത്തിലുള്ള പീഡനമൊക്കെ അദ്ദേഹം ആത്മഹത്യക്കുറിപ്പിൽ ആരോപിക്കുന്നുണ്ട്. മാതാപിതാക്കളും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് കേട്ടു. സുഹൃത്തുക്കൾ ആത്മഹത്യാ പ്രേരണ ചുമത്തി ആ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പ്രതിഷേധിക്കുന്നത് കണ്ടു. അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആയാലും ആ ഒരു കുടുംബത്തിന് ആ ഒരു ആൺകുട്ടിയെ നഷ്ടപ്പെട്ടു. ഒത്തിരിയധികം പ്രതീക്ഷകളോടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയാണ് ആ ഒരു മാതാപിതാക്കൾ മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇൻ്റർവ്യൂ ഭാഗങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവർ വളരെ സ്നേഹത്തോടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് ആ ഒരു പ്രണയത്തെ വരെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. പക്ഷേ മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആ ഒരു വേദനയിൽ അദ്ദേഹത്തിന് അതൊന്നും ആലോചിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഇവിടെ ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന പ്രശ്നത്തിന് പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഉണ്ടാവത്തില്ല. ആ ഒരു കേസിൽ അദ്ദേഹത്തിന് നീതി കിട്ടാൻ അതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 5 വർഷം നീണ്ടു നിന്ന പ്രണയമായിരുന്നു ഇരുവരും തമ്മിൽ. ഇരു വീട്ടുകാരും കല്യാണം വരെ പറഞ്ഞുറപ്പിച്ചിരുന്നു. മാലയും ലാപ്ടോപ്പും ഫെൻസിങ് കിറ്റും ഐഫോണും എന്ന് വേണ്ട അവൾ ചോദിച്ചതൊക്കെയും അവൻ വാങ്ങി നൽകി. വിവാഹ വാഗ്ദാനം നൽകിയ അവൾ 3 ലക്ഷത്തോളം രൂപയും കൈപ്പറ്റിയിരുന്നു. പെൺകുട്ടിയുടെ മാതാവിനും ഇതെല്ലാം അറിയാമായിരുന്നു. ഇവിടെ വളരെ വേദനാജനകമായിട്ട് എനിക്ക് തോന്നിയത്, നിങ്ങൾ അതിൻ്റെ പക്വതയോടെ കേൾക്കുക, ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൈൻഡ് ചെയ്യാറില്ലാത്തതാണ്. 3 ലക്ഷം രൂപ ആ ഒരു പെൺകുട്ടിയുടെ കുടുംബം ഈ ഒരു പയ്യനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായി ഈ ഒരു പയ്യൻ കാറെടുത്ത് വീട്ടിൽ നിന്ന് പോവാറുണ്ടായിരുന്നു. ഐഫോൺ കൊടുത്തിട്ടുണ്ട്, ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തൊരു മനുഷ്യത്വമില്ലായ്മയാണ്. ആ ഒരു ചെറുപ്പക്കാരന് ജോലിയില്ല, അവൻ പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അച്ഛൻ അധ്വാനിച്ച് കൊണ്ടുവന്ന പണത്തിൽ നിന്നാണ് അവൻ ഈ പറയുന്ന കടമകൾ നിർവഹിക്കുന്നത്. ആൺകുട്ടികൾക്ക് ഞാൻ മുന്നേ പറഞ്ഞ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കണ്ടീഷൻ ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവൻ്റെ കടമയാണെന്ന് വിചാരിച്ചിട്ട് അവൾ ചോദിക്കുന്ന അവൾക്ക് കുറവുള്ള എല്ലാം അങ്ങോട്ട് കൊടുക്കുകയാണ്. അതില്ലായ്മയിൽ നിന്നും അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തും ലോൺ എടുത്തിട്ടും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. EMI-യിലാണ് ഐഫോൺ വാങ്ങിയത് എന്നറിയാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ കൊച്ചിലെ തൊട്ട് അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവസാനം ഈ തരത്തിൽ വലിയൊരു നൈരാശ്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല. ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ഒരു കുടുംബമാവുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനായിട്ട് ദയവ് ചെയ്ത് ശ്രമിക്കുക. അതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങളുടെ മനുഷ്യത്വം കൊണ്ട്, അല്ലാതെ ഇത് കടമ കാര്യങ്ങളൊന്നുമല്ല, ഇതിങ്ങനെ റെസ്പോൺസിബിലിറ്റി ഒന്നുമല്ല. നമ്മൾ ആകെ നോക്കേണ്ടത് നമ്മളുടെ കുട്ടിയെ മാത്രമാണ്. നമുക്കുണ്ടാവുന്ന കുട്ടിയെ നോക്കണമെന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ സ്വയം നോക്കാൻ കഴിവുള്ള 2 ആളുകളാണ് പാർട്ട്ണർഷിപ്പിലേക്ക് വരേണ്ടത്. അങ്ങനെ സ്വയം നോക്കാൻ കഴിവുള്ള 2 ആളുകൾ പാർട്ട്ണർഷിപ്പിലേക്ക് വന്നിട്ട് അവിചാരിതമായിട്ട് ഒരാൾക്ക് അദ്ദേഹത്തെ സ്വയം നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ അവരെ സഹായിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മനുഷ്യത്വമുണ്ട്. അങ്ങനെ മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പാർട്ട്ണറാക്കി കൂട്ടേണ്ടത്. അല്ലാതെ ഐഫോൺ കൊടുത്തോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സേവനങ്ങൾ ചെയ്തു കൊടുത്തോ ഒരാളെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ ഇമ്പ്രസ്ഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ശുദ്ധ പരാജയമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഞാൻ ഒരിക്കലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ടേക്കർ ആൻഡ് ഗീവർ. അപ്പോൾ അതിനകത്ത് ടേക്കർ മാത്രമാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗീവർ മാത്രമായിട്ട് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അതൊരിക്കലും നല്ലൊരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. ഇവിടെ നമുക്ക് കാടടച്ച് വെടിവെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നിർത്താനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല. ഇതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. ഇത് കുറേയൊക്കെ ഈ ആൺകുട്ടികൾ സ്വയമേ വരുത്തി വയ്ക്കുന്ന സംഗതിയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞങ്ങൾ സിഗ്മ മെയിലാണല്ലോ. അപ്പോൾ സിഗ്മ മെയിലാവുന്ന സമയത്ത് എങ്ങനെയാണ്, മറ്റേ ആനിമൽ മൂവിക്കകത്ത് ഒരു രംഗമുണ്ട്. രൺബീർ ആനിമൽ മൂവി ഇപ്പോൾ മറ്റേ സിഗ്മ വെടലപ്പിള്ള എല്ലാം കൂടെ ആഘോഷിക്കുന്ന മൂവിയാണ്. എന്തുകൊണ്ടാണ് അവരത് ആരാധിക്കുന്നത്, ആഘോഷിക്കുന്നത്? അതിനകത്ത് ഒരു സീൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. തൻ്റെ കാമുകിയെ, ഇപ്പം കാമുകി എന്ന് പറയാൻ പറ്റത്തില്ല, വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാമുകിയെ രൺബീർ പുരുഷ കേസരി ലവ് ബൈറ്റ് കൊടുക്കുകയാണ്. കടിക്കുന്ന സമയത്ത് ചോര ചത്ത് കിടക്കുകയാണ് അവളുടെ ആ ഒരു സ്കിന്നിൽ. ആ ഒരു കളർ അവൻ ഫോട്ടോ എടുത്തിട്ട് ആ ഒരു കളറിലുള്ള റോൾസ് റോയ്സ് വാങ്ങിച്ചു കൊടുത്തു അവൻ്റെ ഡാഡിയുടെ പൈസയ്ക്ക്. അപ്പം ഇവിടെയുള്ള വെടലകൾ കൈയടിച്ചു, രൺബീർ മസ്കുലിനിറ്റി കിങ് എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ചു. അപ്പം ഈ ഒരു പരിപാടിയാണ്. ആ ഒരു പെണ്ണ് അവിടെ ഇങ്ങനെ മുഖം കാണിച്ച് മോന്തയും കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ക്യാരക്ടർ. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളെ നോക്കുന്ന പുരുഷന്മാരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ മസ്കുലിനിറ്റി. അല്ലാതെ പണിക്ക് പോയിട്ട് വീട്ടിലേക്ക് അരിക്കുള്ള പൈസ ഷെയർ കൊണ്ടുവരുന്ന പെണ്ണിനെ ആർക്ക് വേണം? ഞങ്ങൾ സിഗ്മാമയിൽ ആൻഡ്രോട്ടേറ്റിൻ്റെ മക്കളല്ലേ. ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാക്കാച്ചി പറഞ്ഞിട്ടുണ്ട്, പെണ്ണിനെ പണിക്ക് വിടരുത്, നമ്മുടെ ഒരു പവർ കാണിക്കേണ്ട അവിടെയാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവസാനം ഈ വലിയ നൈരാശ്യമൊക്കെ വരും. ഈ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നത്, പൊന്നുപോലെ നോക്കാമെന്ന് പറയുന്നത്, നീ വീട്ടിൽ ഇരുന്നാൽ മതി, ഞാൻ പോയി പട്ടിയെ പോലെ പണിയെടുത്തോളാം എന്ന് പറഞ്ഞ് പ്രവാസ ലോകത്തിലേക്ക് പോകുന്ന ആളുകൾ, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ മണലാരണ്യത്തിൽ പണിയെടുത്ത കണക്ക് മക്കളെ പറഞ്ഞ് വെറുപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ ഈ ഒരു രീതികളിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. ഇതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ആത്മഹത്യ ചെയ്യുന്ന കുറേയധികം ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള പിടിവാശികളുണ്ടല്ലോ. റിലേഷൻഷിപ്പിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഒരാൾ നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും ഇങ്ങനെ ചുറ്റുപാടിലേക്കാണ് നോക്കുന്നത്. എന്നെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളതും നമുക്കിടയിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളതും ചിന്തിക്കുന്നില്ല. ചുറ്റുപാടുമാണ് നോക്കുന്നത്. എൻ്റെ 5 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ 10 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ബ്രേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്നെ വിചാരിക്കും, ഞാനൊരു രണ്ടാം കെട്ടുകാരൻ, അല്ലെങ്കിൽ ഫ്രഷ് അല്ല, ഇനി പോകുമ്പോൾ അതെന്നെ ബാധിക്കില്ല എന്നുള്ള ചിന്തകളാണ്. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർന്നു. 2-3 പ്രണയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പോക്ക. ആൺകുട്ടികൾക്ക് പിന്നെ അത് മറ്റേ പൊന്തൂലായിട്ടാണ് കുറേ കാലത്തോളമൊക്കെ കരുതിയിരുന്നത്. എന്നാലും ആത്മാർത്ഥത എന്ന് പറഞ്ഞിട്ട് അടിമപ്പെടുന്ന ആൺകുട്ടികൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബന്ധങ്ങളിൽ നമുക്ക് പകരം വയ്ക്കാനായിട്ട് പറ്റുന്ന ബന്ധങ്ങളൊക്കെയാണ് പാർട്ണർ എന്ന് പറയുന്നത്. അച്ഛനെയും അമ്മയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, പെങ്ങളെയും ചേട്ടനെയും മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറെ മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു പങ്കാളിയെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. പ്രണയത്തിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ കിടക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെറുക്കനോ നിങ്ങളെ വേണ്ടാന്ന് പറയുമ്പോഴത്തേന് നമുക്കൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്ത, നമ്മളെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നമ്മളുടെ അച്ഛൻ, അമ്മ, ആങ്ങള, പെങ്ങൾ എന്നിവരെയൊക്കെ ഉപയോഗിച്ചിട്ട് ആത്മഹത്യ എന്ന് പറയുന്നത് ശരിക്കും അവരോട് ചെയ്യുന്ന വലിയ നീതികേടാണ്. പിന്നെ മറ്റേ ഈ സദാചാരവാദികൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് നല്ലൊരു പ്രണയമുണ്ട്, നിങ്ങൾ നല്ലൊരു പങ്കാളിയെ കണ്ടെത്തിയതിൻ്റെ കുറുക്കെ വന്ന് വീട്ടുകാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തി സ്വാതന്ത്ര്യം, അത് വേറെ. അപ്പോൾ അവിടെ വന്നിട്ട് മറ്റേ മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ പറയും, അയ്യോ മാതാപിതാക്കൾ അങ്ങനെ ചതിക്കാൻ പാടില്ല. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും പറയത്തില്ല. നമ്മൾ ആരാണോ ആത്മഹത്യ പ്രേരണ നൽകിയത് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണണം, ഡീറ്റെയിൽസ് കാണണം, ആ തരത്തിലുള്ള ചിന്തകളിലേക്ക് പോകും. ആ ഒരു പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കുന്നു, അദ്ദേഹത്തെ ജയിലിലാക്കുന്നു. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തുക്കൾക്കോ അതിൽ നിന്നൊരു നീതി കിട്ടിയെന്നുള്ളൊരു ആശ്വാസം കിട്ടുമായിരിക്കും. പക്ഷേ സമൂഹത്തിൽ ഈ ഒരു കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കേസ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കാമുകയും പേടിപ്പിച്ച് നിർത്തി അവരെ ജീവിതത്തിലേക്ക് വിടാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ബ്രേക്കപ്പ് ചെയ്യണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ട്, ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന സമയത്ത് അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് പോകണം. അതും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന സംഗതിയല്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ ചെയ്യേണ്ടത് ഈ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് നോക്കി കാണുക. ഇതിനകത്ത് കൊണ്ടുപോയി ഈ പണവും ജീവിതവും എല്ലാം കൊണ്ട് ഇടുന്നത് എന്തിനാണ്? അതേപോലെ ആ ഒരു വാർത്തയിൽ നിന്ന് കേട്ടത് വിവാഹം ഉറപ്പിച്ചിരുന്നു, വിദ്യാർത്ഥികളായിട്ടുള്ള ഈ 2 ആളുകളുടെ വിവാഹം വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചിരുന്നു. അതിലും എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നാട്ടിലൊരു വലിയ കൂട്ടം ഫാമിലി ഉണ്ട്. കൊച്ചുണ്ടാവുന്നു, അവനെ സ്കൂളിൽ വിടുന്നു, ഹൈസ്കൂളിൽ വിടുന്നു, ഹയർ സെക്കൻഡറി വിടുന്നു, കോഴ്സിന് വിടുന്നു, കോഴ്സിന് വിട്ടിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ എല്ലാണോ കൂടെ കഴിപ്പിച്ച് കൊടുക്കും, അവനൊരു വീട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് അവരെങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ചും കൂടെ ഒരു ആർജവത്തോടെ കരുത്തുറ്റവരായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്? പ്രതിസന്ധികളൊന്നുമില്ല. ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു പ്രണയ നൈരാശ്യമായിരുന്നായിരിക്കാം. ഒരാൾ വേണ്ട എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ലോകം അങ്ങോട്ട് ചുരുങ്ങി ആ ഒരു ലോകത്ത് നമ്മൾ മാത്രമായി നമ്മുടെ ചുറ്റും നിൽക്കുന്ന നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ മറന്ന് ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒത്തുപോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഹാമൊന്നും ഇല്ലാതെ ഈ പരിപാടി അവസാനിപ്പിക്കുക. ഈ ആത്മഹത്യാ ഭീഷണി, അങ്ങനെ ആത്മഹത്യാ ഭീഷണി വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ.
പെൺകുട്ടികളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് എന്നെ സ്നേഹിക്കണം, അങ്ങനെ പിടിച്ചു പറിക്കാൻ പറ്റുന്ന സാധനമാണോ സ്നേഹം? അതേപോലെ നിങ്ങൾ ആത്മഹത്യ ചെയ്യും എന്ന് പറയുമ്പോൾ ഒരാൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതാണോ സ്നേഹം? ഇതൊക്കെ എത്ര കാലം മുന്നോട്ടേക്ക് പോകും? ചുമ്മാ ഒരുമാതിരി സൊസൈറ്റിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മളുടെ മാരേജ് സെറ്റപ്പ്. എനിക്കിതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനായിട്ടില്ല. ഇനിയും ഇങ്ങനെ ആത്മഹത്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രണയവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സമൂഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.